കേന്ദ്ര സർക്കാരിൻ്റെ വിവാദമായ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി നടന്ന സമാധാനപരമായ പ്രക്ഷോഭത്തിനിടെ പശ്ചിമ ബംഗാളിൽ സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഘർഷങ്ങളിൽ 100-ലേറെ പേർ അറസ്റ്റിലാവുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രചാരണവും ശക്തിപ്പെടുകയുണ്ടായി. ഒരു വിഭാഗം മാധ്യമങ്ങളും സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ആരോപണത്തിന് സഹായകമാകുന്ന റിപ്പോർട്ടുകളും നൽകി കഴിഞ്ഞു. എന്നാൽ ഇതിന് വിരുദ്ധമായ റിപ്പോർട്ടുകളും ബംഗാളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം തുടങ്ങിവെച്ചതും സംഘർഷം രൂക്ഷമാക്കിയതുമെല്ലാം BJP പ്രവർത്തകരാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഘർഷത്തിന് ഇരകളായവരുടെ പ്രസ്താവനകൾ ബംഗാളിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. RTI ആക്ടിവിസ്റ്റും തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗവുമായ സാകേത് ഗോഖലെ പങ്കുവച്ച ഒരു വീഡിയോയിൽ സംഘർഷത്തിന്റെ ഇരകളിലൊരാളും വീട് ആക്രമിക്കപ്പെടുകയും ചെയ്ത സ്ത്രീ കുറ്റപ്പെടുത്തുന്നത് BJP-യാണ്. അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ്: തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതിനാണ് ഞങ്ങൾക്ക് വീട് വിടേണ്ടി വന്നത്. പ്രബീർ സാഹ, സാൻഡോ തുടങ്ങിയ BJP നേതാക്കൾ ഞങ്ങളുടെ വീടുകൾക്ക് തീയിട്ടു. മുസ്ലിങ്ങളല്ല ഞങ്ങളെ ആക്രമിച്ചത്, BJP-കാരാണ്. അവർ ഞങ്ങളുടെ വീടുകൾ കൊള്ളയടിച്ചു, സാധനങ്ങൾ നശിപ്പിച്ചു, ജനലുകളും വാതിലുകളും തകർത്തു. പ്രബീർ സാഹയുടെ നേതൃത്വത്തിലുള്ള BJP നേതാക്കളാണ് ഇതെല്ലാം ചെയ്തത്. എല്ലാവരും BJP-കാരാണ്, ഹിന്ദുക്കളുമാണ്, അതിൽ ഒരു മുസ്ലിമുമില്ല. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് സഹായം തേടിയിട്ടുണ്ട്. അവർ സഹായം വാഗ്ദാനം ചെയ്തു. ഇനിയും തൃണമൂലിന് തന്നെ വോട്ട് ചെയ്യും, BJP-ക്ക് ചെയ്യില്ല. വീഡിയോയിൽ ശംഷീർഗഞ്ച് സ്വദേശിനിയായ യുവതി പറയുന്നതാണിത്. ശംഷീർഗഞ്ചിൽ നിന്നുള്ള മറ്റൊരു ഗൃഹനാഥൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ BJP-യുടെ സമ്മർദ്ദം കൊണ്ടാണ് നാട് വിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. നാട് വിട്ടു പോകാൻ സന്നദ്ധരാകാത്തവരെ ഭീഷണിപ്പെടുത്തിയും പണം നൽകി പ്രലോഭിപ്പിച്ചും പറഞ്ഞയച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അക്രമികൾ മണിക് എന്നയാളുടെ വീട് തകർക്കാൻ വന്നപ്പോൾ സനാഉൽ ഇസ്ലാമാണ് രക്ഷിച്ചെന്നുൾപ്പെടെയുള്ള വിശദീകരണങ്ങൾ നൽകുന്ന മറ്റൊരു വീഡിയോയും തൃണമൂൽ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളല്ല ആക്രമിച്ചതെന്നും മുസ്ലിങ്ങൾ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മരിച്ചുപോയനെയെന്നുമാണ് മധ്യവയസ്കയായ മറ്റൊരു ഹിന്ദു സ്ത്രീ പറയുന്ന വീഡിയോയിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിലഞ്ജൻ ദാസും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. സംഘർഷത്തിന് പിന്നിൽ BJP-ആണെന്നാണ് ബംഗാളിലെ ഇടതുപക്ഷവും ആരോപിക്കുന്നത്. ബംഗാൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അതേസമയം പ്രചരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമെന്ന് പറഞ്ഞ് BJP കേരള നേതാവ് ഗോപാലകൃഷ്ണൻ പങ്കുവച്ച വീഡിയോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇത് വിവാദമായതോടെ ഗോപാലകൃഷ്ണൻ വീഡിയോ നീക്കം ചെയ്യുകയായിരുന്നു. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ മുർഷിദാബാദ് ജില്ലയിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ BJP-യുടെ ആസൂത്രണമുണ്ടെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന സംഘർഷവും അക്രമ സംഭവങ്ങളും ആസൂത്രിതമാണ്. ഇതിനായി പുറത്തുനിന്നാണ് BJP-കാരെ ഇവിടെ എത്തിച്ചത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന BJP ആരോപണം അടിസ്ഥാനരഹിതമാണ്. സംഘർഷത്തിനിടെ ആക്രമിക്കപ്പെട്ടതിലേറെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും മമത പറയുന്നു. ഗോദി മീഡിയകൾ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ ബംഗ്ലാദേശിന് പങ്കുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദിയെന്നും മമതാ ബാനർജി ചോദിക്കുന്നു. അതിർത്തി സംരക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കാട്ടിയ തിടുക്കമാണ് ഇപ്പോഴുണ്ടായ കുഴപ്പങ്ങൾക്ക് കാരണമെന്നും മമതാ ബാനർജി ആരോപണം ഉന്നയിക്കുന്നു.